ഇതെൻ്റെ ഹിമ്മിക്കുട്ടൻ. ശരിക്കും റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ പോലുള്ള ബൈക്കൊക്കെ ബാറ്ററി ഡൗണായി, പ്രത്യേകിച്ച് വീട്ടിലൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ പെട്ടുപോകും. ചില ബൈക്കൊക്കെ ആണെങ്കിൽ നമുക്ക് തള്ളിക്കൊണ്ടെങ്കിലും പോകാൻ നിൽക്കാം. ഇത് തള്ളാൻ പറ്റും, നല്ല വെയിറ്റ് അല്ലേ, 250 കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് ഉണ്ട്. 2-3 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ എങ്ങനെയെങ്കിലുമൊക്കെ കെട്ടി വലിച്ചോ തള്ളിയൊക്കെ കൊണ്ട് വർക്ക്ഷോപ്പിൽ എത്തിച്ചിട്ട് അവിടെ നിന്ന് ബാറ്ററി മാറി വേറെ ബാറ്ററി വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും ബാറ്ററി പോയിരിക്കുകയാണ്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് വർക്ക്ഷോപ്പിൽ നാളെ കൊണ്ടുവന്ന് ബാറ്ററി ഇളക്കിയിട്ട് പിന്നെ ഇത് പറഞ്ഞ പോലെ ബാക്കി പ്രോസസ്സ് ചെയ്യാം. ഇതും അല്ലെങ്കിൽ പിന്നെ ഒരു മൂന്നാമത്തെ ഓപ്ഷനുണ്ട്. നമുക്ക് ബാറ്ററി ഇളക്കാൻ അറിയാമെങ്കിൽ, അറിഞ്ഞുകൊണ്ടെങ്കിലും ചെയ്യാൻ പറ്റും, ഈസിയാണ്. ഇപ്പോൾ പല വീഡിയോസൊക്കെ കണ്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ചില യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ മൂന്നാമത്തെ ഓപ്ഷൻ ഞാനൊന്ന് ശ്രമിച്ചു നോക്കുകയാണ്. ഞാൻ തന്നെ ബാറ്ററി ഇളക്കി, ഞാൻ തന്നെ ഇത് കൊണ്ട് പോയി ബാറ്ററി മേടിച്ചുകൊണ്ട് വന്നിട്ട് തിരിച്ച് സെറ്റ് ചെയ്ത് സ്റ്റാർട്ടാവുമോ എന്ന് നോക്കാം. സ്റ്റാർട്ടായാൽ കൊള്ളാം. വലിയ തീപിടുത്തവും പൊട്ടലോ ഒന്നും ഇല്ലെങ്കിൽ കൊള്ളാം. എന്തായാലും നമുക്ക് നോക്കാം എന്താവുമെന്ന്. ഹിമ്മിയുടെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് കണ്ടോ? ഇതാണ് ഹിമ്മിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. വെറുതെ സെൽഫ് അടിച്ച് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ബാറ്ററി പോയി കിട്ടി. 2022 3-ാം മാസത്തെ ബാറ്ററിയാണ്, വണ്ടി എടുത്ത സമയത്തുള്ള ബാറ്ററിയാണ്. എന്തായാലും 3-4 വർഷം പഴക്കമുണ്ട്. അപ്പോൾ നമുക്ക് ബാറ്ററി മാറുന്ന പ്രോസസ്സിലേക്ക് കിടക്കാം. ശ്രമിച്ചു നോക്കാന്നേ. അപ്പോൾ പണി പഠിക്കുന്നതിന് വേണ്ടിയുള്ള ടൂൾസൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പണി ആയുധങ്ങൾ. ഇതിൽ ഏതെങ്കിലുമൊക്കെ സൂട്ടാകുന്ന സാധനങ്ങൾ നോക്കി അങ്ങോട്ട് എടുക്കുക. ഈ കാണുന്ന സാധനങ്ങളൊക്കെ, ഈ കാണുന്ന നട്ടുകളൊക്കെ ഊരി എടുക്കുക. ഇപ്പോൾ എല്ലെങ്കിയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലെങ്കിൽ യൂസ് ചെയ്ത് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. പറമ്പിലെവിടെയോ ഏതോ ഉപ്പനിരുന്ന് കളിയാക്കുന്നുണ്ട്. എന്തായാലും അത് 4 ഊരി എടുത്തിട്ടുണ്ട്. സംഭവം അത് ഓക്കെ ആയിട്ടുണ്ട്. ശിവനെ, എന്തോന്നാണിത്? 4 കൊല്ലത്തെ ചെളി എത്ര ഇതിനകത്തുണ്ട്. എന്തായാലും തുടച്ചൊക്കെ എടുക്കാമെന്ന്. അപ്പോൾ മേശിരി സ്വന്തം മനസ്സിലൂടെ തന്നെ പറയുകയാണ് ഇതൊക്കെയാണ് ഊരി എടുക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ബാറ്ററി, ഏത് വാഹനത്തിൻ്റെയും ബാറ്ററി ഊരി എടുക്കുമ്പോൾ, ഞാൻ എവിടെ നിന്നോ പഠിച്ചതാണ്, ശരിക്കും ആദ്യം ഇളക്കേണ്ടത്, ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇളക്കിയെടുക്കേണ്ടത് നെഗറ്റീവ് ടെർമിനലാണ്. അപ്പോൾ നെഗറ്റീവ് ടെർമിനൽ ആദ്യം ഇളക്കി മാറ്റിയതിന് ശേഷം മാത്രം പോസിറ്റീവ് ഇളക്കണം. എങ്ങനെ? ബാറ്ററി ഇളക്കി മാറ്റുമ്പോൾ. തിരിച്ച് ബാറ്ററി സെറ്റ് ചെയ്യുമ്പോൾ തിരിച്ചാണ്. ഫസ്റ്റ് പോസിറ്റീവ്, സെക്കൻഡ് നെഗറ്റീവ്, അങ്ങനെയാണ് കേട്ടോ. അത് മാറിപ്പോരുത്. മാറിക്കഴിഞ്ഞാൽ ഒരു പട്ടക്ക് തീ കൊളുത്തിയൊരു സ്ഫോടനമൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട്, പുകയൊക്കെ വരും. അപ്പോൾ എന്തായാലും നമുക്ക് ബാറ്ററി ടെർമിനൽ രണ്ടും, നെഗറ്റീവും പോസിറ്റീവും ആദ്യം മാറ്റിയെടുക്കാം. പോസിറ്റീവ് ടെർമിനലിൻ്റെ കണക്ഷൻ നെഗറ്റീവ് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു പോർഷനാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇളക്കേണ്ടത്. അതിനുവേണ്ടി ഒരു 10-ൻ്റെ സ്പാനർ എടുത്തിട്ടുണ്ട്. 10-ൻ്റെ സ്പാനർ വെച്ച് നമുക്കിത് ഇളക്കിയെടുക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു കണക്ഷൻ കണ്ടോ, ഈ നിൽക്കുന്ന കണക്ഷൻ ഇങ്ങനെ ഇളക്കിയെടുക്കാം. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഈ സാധനം ഇങ്ങനെ വരും. എന്നിട്ട് ഇതിന് ഈ ക്ലിപ്പ് കണ്ടോ, ഈ ക്ലിപ്പിൽ നിന്ന് ഇളക്കി വിടാം. ഇതൊക്കെ എന്തേലും കണക്ഷനാണെന്ന് പറഞ്ഞാലെന്ന് പറഞ്ഞുവിടുക. അതുകൊണ്ടാണ് ഇത് അതെന്നൊക്കെ പറയുന്നത്. എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അതൊക്കെ ഇളക്കി എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ബാറ്ററി ശരിക്കും സീറ്റിംഗ് ആയിട്ടിരിക്കുന്ന ഒരു ക്ലാമ്പുണ്ട്. ആ ക്ലാമ്പ് ഇളക്കുന്ന വെച്ച് പണിയൊന്നുമില്ല, സിമ്പിളാണ്. ഈ ഒരു ബോൾട്ട് ഇളക്കുന്നു, ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ തള്ളി മാറ്റുമ്പോഴത്തേക്ക് സാധനം ഊരി വരും. അപ്പോൾ അതൊക്കെ ഇളക്കണം, മറ്റേ വയറിനും കാര്യങ്ങളൊക്കെ ഒന്നും സംഭവിക്കരുത്. അപ്പോൾ അവിടുത്തെ ആ ഒരു ടാഗ് ഇളക്കിയിട്ട് നമ്മളിതിന് ഇത്രയും മാറ്റിയിട്ട് ഈ സാധനം കണ്ടോ, ഇനി ഇതിനെ കൂടെ നമ്മൾ ഇതിൽ നിന്ന് ഊരിയെടുക്കുകയാണ്. അപ്പോൾ അത് ഊരിയെടുത്ത് ഇതിനെ ഫ്രീ ആക്കിയിട്ടുണ്ട്. ഞാൻ നെഗറ്റീവ് ടെർമിനലിൽ പോയേക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മാറ്റി കഴിഞ്ഞാൽ നമുക്കിത് സുഖമായിട്ട് ഇനി ഊരിയെടുക്കാൻ പറ്റും. ഈ സൈഡിലൊരു ലോക്കാണ്, അതിങ്ങനെ ജസ്റ്റ് ഇനി ഊരിയെടുത്താൽ മതി. അപ്പോൾ അതായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററി. നമുക്ക് ബാറ്ററി നീക്കിയെടുക്കാം. അപ്പോൾ ഇവനാണ് 2022 3-ാം മാസത്തിൽ ജനിച്ച കമ്പനി ബാറ്ററി. അങ്ങനെ 4 വർഷമായിട്ടുള്ള റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ബാറ്ററി ഇളക്കിയെടുത്തിട്ടുണ്ട്. എക്സൈഡിൻ്റെ ബാറ്ററിയാണ്, ഒറിജിനൽ റോയൽ എൻഫീൽഡിൻ്റെ. അപ്പോൾ ഇവനെ നമുക്ക് ദത്ത് കൊടുക്കാം, എന്നിട്ട് പുതിയ ചെറുക്കനെ വാങ്ങാം.
പുതിയ ബാറ്ററി വാങ്ങിയിരിക്കുകയാണ്. എക്സൈഡിൻ്റെ എക്സ്പ്ലോർ എന്ന് പറയുന്ന ഒരു പുതിയ മോഡലാണ്. 48 മാസം വാറണ്ടിയുള്ള ബാറ്ററിയാണ്. MRP 2452 പഴയ ബാറ്ററി കൊടുത്തപ്പോൾ 2000 രൂപയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതാണ് ബാറ്ററി. അപ്പോൾ നമുക്കിനി ബാറ്ററി സെറ്റ് ചെയ്യാം. അങ്ങനെ എക്സൈഡിൻ്റെ കറുത്ത ലവം പോയിട്ട് എക്സൈഡിൻ്റെ ചുവന്ന ലവം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 2000 രൂപ ഇതായിരിക്കണം. നമുക്ക് ഇവനെ സെറ്റ് ചെയ്യാൻ നോക്കാം. പൊളിച്ചെടുക്കാൻ നല്ല എളുപ്പമായിരുന്നു. ഇനിയിപ്പോൾ സെറ്റ് ചെയ്യാനാണ് പാട്. എന്തായാലും നോക്കാം. നശിപ്പിക്കാൻ എളുപ്പമാണല്ലേ, കെട്ടിപ്പടുക്കാനല്ലേ പാട്. തോറ്റ് കൊടുക്കരുതല്ലോ. അങ്ങനെ ബാറ്ററി എടുത്തതാ ഇതിനകത്തോട്ട് വച്ചിട്ടുണ്ട്. ബാറ്ററി എടുത്ത് വെച്ചിട്ട് മാത്രം കാര്യമൊന്നുമില്ലല്ലോ. ഇനി പറക്കി ഇളക്കിയതെല്ലാം കൂടെയൊക്കെ പറക്കി തിരിച്ചിടണ്ടേ. അപ്പോൾ തിരിച്ചൊന്നുമില്ല, നമ്മൾ നേരത്തെ പോലെ ഇളക്കിയെടുത്ത സാധനങ്ങളൊക്കെ തിരിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ലല്ലോ. അതൊക്കെ സാവകാശം വളരെ നമ്മൾ മുൻകൂട്ടി വീഡിയോ എടുത്ത് വെച്ചാൽ നമ്മൾ ഇളക്കിയ സാധനം നോക്കുക, വീഡിയോ നോക്കുക, അതുപോലെ തിരിച്ച് വാരി പിളക്കിയിട്ട് സെറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. കണക്ഷൻ കൊടുക്കാൻ മറന്നു പോലെ ഫസ്റ്റ് പോസിറ്റീവ് പിന്നെ നെഗറ്റീവ്. പോസിറ്റീവ് സെറ്റ് ചെയ്ത് നെഗറ്റീവ് കൂടെ സെറ്റ് ചെയ്ത് ബാറ്ററി കണക്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ ബാറ്ററി കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവ് പോയിൻ്റ് ടൈറ്റ് ചെയ്ത് പോസിറ്റീവ് പോയിൻ്റ് ടൈറ്റ് ചെയ്തിട്ട് ഈ ഒരു കവർ, അതിൻ്റെ പോസിറ്റീവ് പോയിൻ്റ് വരുന്ന ആ ഒരു കവർ ഭദ്രമായിട്ട് തിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള കണക്ഷൻസ് എങ്ങനെ ഇരുന്നോ അതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇളക്കിയതെല്ലാം തിരിച്ചതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം കണക്ഷൻ കൊടുത്ത് ഇതെല്ലാം സെറ്റ് ചെയ്ത് തിരിച്ചെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ ടൈറ്റ് ചെയ്ത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കവർ ഇടാം. കവർ ഇട്ടതിന് ശേഷം വണ്ടി നമുക്കൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. തിരിച്ച് വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ സമയം ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ സമയം നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാം. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ സംഭവം ഓക്കെ ആയി. അപ്പോൾ ഒരു കാലത്തച്ച് മേശരി ആയിട്ടുണ്ട്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, തീ പിടിച്ചൊന്നുമില്ല എന്തായാലും. അങ്ങനെ ബാറ്ററി മാറിയിട്ടുണ്ട്. ഹിമ്മിക്കുട്ടൻ ഇപ്പോൾ ഉത്സാഹഭരിതനായിട്ടുണ്ട്. അപ്പോൾ സംഭവം സക്സസ് ആയിട്ടുണ്ട്.